നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളത്തിന് അഭിമാന നേട്ടം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് KT തോമസിനും രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. മരണാനന്തര ബഹുമതിയായിട്ടാണ് VSന് പത്മവിഭൂഷൺ ലഭിച്ചത്. P. നാരായണനും പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഹിത്യ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജന്മഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആയിരുന്നു. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. കലാമണ്ഡലം വിമല മേനോനും കൊല്ലയ്ക്കൽ ദേവിയമ്മ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ മുൻനിർത്തിയാണ് കേരളത്തിൽ നിന്നുള്ള ഈ പ്രമുഖ വ്യക്തികളെ രാജ്യം ആദരിക്കുന്നത്. നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ രോഹിത് ശർമ്മ, വീരപ്പൻ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ K. വിജയകുമാർ തുടങ്ങി നിരവധി പേരെയും പത്മശ്രീ നൽകി രാജ്യം ആദരിക്കും. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിപ്പിച്ചു കിടക്കുന്ന വനമുണ്ടാക്കിയ ദേവകി അമ്മ വനത്തിൽ 3000-ത്തിലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും പരിപാലിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്നുള്ള ആഘെ ഗൌഡ, അർമിഡ ഫെർണാണ്ടസ് മഹാരാഷ്ട്ര, ഭഗവദാസ് റായ്ക്വാർ മധ്യപ്രദേശ്, ബ്രിജ് ലാഭട്ട് ജമ്മു കാശ്മീർ, ബുദ്രി താദി ഛത്തീസ്ഗഡ്, ചരൺ ഹോംബ്ര ഒഡീഷ, ചിരഞ്ജി ലാൽ യാദവ് ഉത്തർപ്രദേശ്, ധാർമിക് ലാൽ ചുനിലാൽ ഗുജറാത്ത് തുടങ്ങിയവർക്കും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചതിന്റെ ആഘോഷവും ആവേശവും അദ്ദേഹം ജീവനോടെ ഉള്ളപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സ്വീകരിക്കുമായിരുന്നോ എന്നുപോലുമുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പേര് പത്മവിഭൂഷണോടൊപ്പം കേൾക്കുമ്പോൾ പലരും ആഹ്ലാദപ്പെടുകയാണ്, ആവേശപ്പെടുകയാണ്. ഏതായാലും മമ്മൂട്ടിക്കും പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുകയാണ്. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ കിട്ടിയതിന്റെ ഒരു പ്രതികരണം, കുടുംബത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. തന്ന അംഗീകാരം അത് വളരെ വിലപ്പെട്ടതാണ്. കുടുംബം അതിനെ വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അച്ഛൻ്റെ മരണത്തിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ആലപ്പുഴ വീട്ടിലായിരുന്നു. ഇന്നും ഒരു 10-100 പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വീട്ടിൽ വന്നായിരുന്നു. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, അതെല്ലാം മിക്കവാറുമുള്ള വീക്കെൻഡ്സിലെല്ലാം വരും. മിക്ക ദിവസങ്ങളിലും ആൾക്കാർ വരുന്നുണ്ട്. സ്മൃതിയിലും പോയിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ ആ ഒരു വികാരം, അച്ഛനുള്ള എല്ലാവരുടെയും ഒരു സ്നേഹം, അത് ഒരു വിഷയമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ചിലരൊക്കെ വന്ന് ഇപ്പോഴും വീട്ടിലിരുന്ന് വിങ്ങുന്ന കാണുമ്പോൾ നമുക്കും വലിയ വിഷമമാണ്. എന്തായാലും ഈ തരുണത്തിൽ ഇങ്ങനെ ഒരു അവാർഡ്, അതിപ്പോൾ ജസ്റ്റ് അറിഞ്ഞതേ ഉള്ളൂ. നമുക്കറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ നേരത്തെ വിളിച്ച സമയത്തൊക്കെയാണ് അറിയുന്നത്. ഈ അംഗീകാരത്തിൽ ഒരു സന്തോഷമുണ്ട്. അച്ഛന് അംഗീകാരം കിട്ടണം എന്നുള്ളൊരാഗ്രഹം അതെന്നും ഉണ്ടാവുമല്ലോ. അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നയിച്ച അങ്ങനെ വന്ന ഒരാളാണല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊരു വിശ്വാസം എന്നും നമുക്കുണ്ട്. അല്ല, ഈ ഒരു സമയം നമുക്കൊരു സന്തോഷമാണ്. നേരത്തെ ചോദിച്ച പോലെ അച്ഛൻ്റെ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടി അല്ല രാജ്യത്തിന് വേണ്ടിയുള്ള ജീവിച്ച ആ ഒരു ജീവിതം, അതുമായി ആ ഒരു പ്രവർത്തനമൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരു സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിനുള്ളൊരു സന്തോഷം, ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്.